ടെഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നത്. പെരുമാനി എന്ന് പറയുന്നത് ഒരു വില്ലേജിന്റെ ഒരു പേരാണ് പെരുമാനി. ആ നാടിനൊരു കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അവിടുത്തെ ആൾക്കാരെ ലുക്ക്, അവരുടെ സംസാരം, നോർമൽ കുറെ ആൾക്കാർ. അതെ അതെ, എന്ന് വെച്ചാൽ ലുക്മാന്റെ ഒക്കെ ക്യാരക്ടർ വളരെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഫ്രാങ്കോ മൻസൂർ. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് മുടി വളർത്തിക്കോ, വെട്ടരുതൊന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ചെന്നപ്പോ അവർ ട്രിം ചെയ്ത് കളഞ്ഞു ഫുള്ള്. അന്ന് എല്ലാ പെണ്ണുങ്ങളും അവിടെ നിന്നിട്ട് ഇങ്ങനെ വായം പിടിച്ചിരിക്കുക. അപ്പോഴാണ് ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ വായ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ വളരെ നല്ല എക്സ്പീരിയൻസ്. ഓക്കെ, സോ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഒരു ആമേനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ഈ സിനിമയിൽ? അതെനിക്ക് ഇപ്പോഴും അറിയില്ല. നമുക്ക് അതിലൊരു റോൾ ഉണ്ട്. എനിക്ക് വർക്കാണ് ഈ പരിപാടി. എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ പിടിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഒരു ഫാന്റസി മൂവിയാണിത്. വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമയാണ് പെരുമാനി. ഹായ്, ഹലോ, വെൽക്കം ടു ഡ്രീം സ്ക്രീൻ എന്റർടൈൻമെന്റ്സ്. വരും ദിവസങ്ങളിൽ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന പെരുമാനി ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി അതിലെ ആക്ടേഴ്സായ ദീപ തോമസ്, ലുക്മാൻ ആൻഡ് ഫ്രാങ്കോ അഥവാ ജാങ്കോ ആണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. സോ വെൽക്കം ടു ദ ഷോ. വെൽക്കം ടു ദ ഷോ. എന്താണ് പെരുമാനി? പെരുമാനി എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ഗ്രാമമാണ്. ആക്ച്വലി ഒരു വില്ലേജിൻ്റെ ഒരു പേരാണ് പെരുമാനി. അപ്പോൾ ഒരു ഫാൻറ്റസി മൂവിയാണിത്. നമ്മൾ അങ്ങനെ ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്ത് അവിടെ നടക്കുന്ന ഒരു എന്താ പറയുക, ഗ്രാമത്തിൽ നടക്കുന്ന ഒരുപാട് ഇൻസിഡൻസിനെ പറ്റി സംസാരിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമയാണ് പെരുമാനി. അതെ അതെ, എന്ന് വെച്ചാൽ ലുക്മാന്റെ ഒക്കെ ക്യാരക്ടർ വളരെ അബ്നോർമൽ ആയിട്ടുള്ള ക്യാരക്ടറാണ്. എല്ലാവരും ഓക്കെ, സോ ഇൻഡിവിജ്വലി ക്യാരക്ടറിനെ പറ്റി എന്തെങ്കിലും കുറച്ച് ട്രേറ്റ്സ് പറയാൻ പറ്റുക? ഈ അബ്നോർമാലിറ്റി അല്ലാതെ നോർമൽ ആയിട്ടുള്ള വല്ല കാര്യങ്ങളും ഉണ്ടോ? ഞാൻ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അവിടെ തിരിച്ചു വരാനുള്ള നാട്ടിലോട്ട് വരുന്ന ഒരാളാണ് ഞാൻ പുറത്തുനിന്ന്. ആ നാടിനൊരു കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അവിടുത്തെ ആൾക്കാരെ ഡ്രസ്, കോസ്റ്റ്യൂംസ് ആണെങ്കിലും അവരെ ലുക്ക്, അവരുടെ സംസാരം, പിന്നെ അവിടുത്തെ ഭക്ഷണ രീതികൾ, സ്പെഷ്യൽ ഒരു ഭക്ഷണ രീതിയൊക്കെ ഉണ്ട്. പെരുമാനി പത്തിരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഒരു പുതിയൊരു നാടാണ്. ഇപ്പൊ നേരത്തെ ദീപ് പറഞ്ഞ പോലെ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു നാടാണ്. ആ നാട്ടിലെ ആൾക്കാരുടെ സ്വഭാവമാണ് ശരിക്കും അതിലത്തെ ആ സിനിമയുടെ ഒരു എക്സൈറ്റ്മെന്റ്, അവരുടെ മൊത്തത്തിലുള്ള പരിപാടി. അപ്പൊ അതിലോട്ട് പുറത്തുനിന്ന് വരുന്ന ഒരു ക്യാരക്ടറാണ് എന്റെ അപ്പി ക്യാരക്ടറിന്റെ പേര്. പിന്നെ നാട്ടിലായിരിക്കും ഫുൾ ടൈം. ഓക്കെ, സോ ഫ്രാങ്കോന്റെ ക്യാരക്ടർ ലുക്കുവിന്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള പരിപാടിയാണ്. ചെറുപ്പത്തിൽ ആദ്യം കമ്പനി ഉണ്ട്, പിന്നെ ലുക്ക് പോയിട്ട് അങ്ങനത്തെ ഒരു സ്റ്റോറിക്ക് ഉണ്ടായില്ല. ഞാൻ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ഇവനാണ് എന്നെ അവിടെ സ്വീകരിക്കാൻ റെഡി ആയിട്ട് ആത്മമിത്രമായിട്ട് നിൽക്കുന്ന ആള്. ഓക്കെ, സോ ദീപയുടെ ക്യാരക്ടർ? എൻ്റെ ക്യാരക്ടറിന്റെ പേര് ഫാത്തിമ എന്നാണ്. അവിടെയുള്ള നാട്ടിൻപുറത്തുള്ള ഒരു നാടൻ ക്യാരക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. കാരണം ഞാൻ അധികം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു എന്താ പറയുക, ഞാൻ കുറച്ച് ട്രാൻസ്ഫോർമേഷനൊക്കെ നടത്തിയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കുറച്ച് വണ്ണമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 6 kg കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഒരു പിരകമുണ്ട്. ലൈക്ക് നമ്മൾ ഓൾറെഡി മജുക്കെ പറഞ്ഞിട്ടുണ്ട്, മേക്കപ്പോ അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യരുത്. കാരണം അത്രയും നീറ്റായിരിക്കണം, ഐ മീൻ ഭയങ്കര റോ ആയിരിക്കണം എന്നുള്ളത്. അപ്പം ഈ പിരകം ത്രെഡ് ചെയ്യാൻ പാടില്ല, വാക്സ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ളൊരു. അപ്പം ആദ്യമായിട്ടാണ് ഇത് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ചെയ്യുമ്പം ഒരു വേറൊരു സാധനം പിടിക്കുകയാണല്ലോ. അപ്പം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നന്നായി വന്നിട്ടുണ്ടെന്നാണ്. ദീപയുടെ ക്യാരക്ടർ എനിക്ക് കാണുമ്പോഴേ, ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്ന ഒരാളാണ്. അപ്പൊ അതിലൊരു ഉമ്മയുടെ ക്യാരക്ടർ ആയിട്ടാണല്ലോ, ഒരു മുസ്ലിം റോളാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്കും പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഈ പുരുകാണ് ഏറ്റവും കൂടുതൽ അതിലേക്ക് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിട്ട് വന്നതെന്നുള്ളത്. സോ ഓഡീഷൻ ത്രൂ തന്നെയാണോ എൻട്രി ചെയ്തത്? സുലേഖ മൻസിൽ മൂവി കണ്ടിട്ടാണ് മജുക്ക ആക്ച്വലി സിനിമയിലേക്ക് വിളിക്കുന്നത്. മജുക്ക വേറൊരു സിനിമയും കണ്ടിട്ടില്ല. അപ്പം ഇത് ഓഡീഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു ഈ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പം. ഓൾമോസ്റ്റ് ഈ സിനിമേൻ്റെ ഒരു ഇത് കിട്ടിയപ്പം, പിന്നെ അത് മാത്രമല്ല മജുക്കേൻ്റെ ഒരു സിനിമയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആദ്യം ഞാൻ വിചാരിച്ചൊരു ഡാർക്ക് പരിപാടിയായിരിക്കും. കാരണം അപ്പൻ എന്നുള്ള സിനിമയിൽ ഭയങ്കര ഡാർക്ക് പരിപാടിയായിരുന്നല്ലോ. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിച്ചു, കാരണം പെർഫോം ചെയ്യാനുള്ള പരിപാടിയായിരിക്കും. അപ്പം ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു ജോണർ, പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ജോണർ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറും കൂടി ആയപ്പം
ഒരു ചെറിയ ക്യാമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫിക്സ് ആവുക ചെയ്തു. ഓക്കെ, സോ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഒരു ആമേനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ഈ സിനിമയിൽ? അതെനിക്ക് ഇപ്പോഴും അറിയില്ല. ശരിക്കും ആ നാട്ടില് റിവീൽ ചെയ്യാത്തതാണോ? കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാ വെച്ചാൽ ആ നാട്ടിലെ എല്ലാത്തിനും പറഞ്ഞില്ല ഒരു പ്രത്യേകത ഉണ്ട്. ഈ അങ്ങനെ ക്രിയേറ്റ് അവിടുത്തെ വാഹനങ്ങള്, അതിന്റെ കളേഴ്സ്, അവിടുത്തെ മൃഗങ്ങള്, അവിടുത്തെ അങ്ങനെ എല്ലാം ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ ആമക്ക് അതിലൊരു റോൾ ഉണ്ട്. ആമ വീടുകളിലൊക്കെ ചില വീടുകളിലൊക്കെ ഫ്രണ്ടില് ആമയുടെ ചിത്രമൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ ബിഗിനിങ് മൂവിയുടെ തുടക്കത്തിൽ അങ്ങനെ ഒരു സീൻ ഉണ്ട്. അത് ഇതുവരെ മജുക്ക് എന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഞാൻ ചോദിച്ചപ്പോഴും പറഞ്ഞു തന്നിട്ടില്ല. അത് സിനിമ കണ്ടിട്ട് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, സോ ഇതൊരു ഫാന്റസി മൂവിയാണ്, ഒരു ഫാന്റസി സ്പേസ് ആണ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ആക്ച്വൽ ലൊക്കേഷൻ എവിടെയായിരുന്നു? ഞങ്ങൾ ഷൂട്ട് ചെയ്തത് പാലക്കാടായിരുന്നു. ഒറ്റപ്പാലത്ത്. ആ സ്ഥലത്തിന് പേരുണ്ടായിരുന്നു കറക്റ്റ്. അനന്തോ ഒരു സ്ഥലത്തിന് പാലക്കാട്. ഓക്കെ, അവിടെ ആയിരുന്നു ഷൂട്ട് ചെയ്തത്. അത് അടിപൊളിയായിരുന്നു പരിപാടി. ഈ മജുക്കാട് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മജുക്കാട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം സ്വാതന്ത്ര്യം തരും, ചെയ്തോളം പറയും. അത് കഴിഞ്ഞ് പുള്ളി വന്നിട്ട് പിന്നെ അതിലെ കറക്ഷൻസ് മേളുണ്ട് തരും. അതൊക്കെ കറക്റ്റ് തരുമ്പോഴേക്കും പിന്നെ നമ്മളൊരു 1 വീക്ക് കഴിയുമ്പോഴേക്കും നമ്മൾ അതിലോട്ട് ചെയ്യുമ്പോ ഇങ്ങനെ ഞങ്ങള് എങ്ങനെ ഇപ്പൊ സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ഓക്കെ, പേഴ്സണലി ഇപ്പൊ ഈ ഒരു ഡിഫറൻസ് പറഞ്ഞല്ലോ നമ്മൾ, അത് ഈ കഥ കേട്ട സമയത്ത് നമുക്ക് പേഴ്സണലി ഒരു സാധനത്തെ നമ്മൾ അനലൈസ് ചെയ്യും. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സെറ്റിലെത്തിയ സമയത്ത് ഭയങ്കര വേരിയേഷൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്? നിങ്ങൾ അതിനെ ഗ്രാസ്പ് ചെയ്തതിൽ നിന്ന് എന്തെങ്കിലും വേരിയേഷൻസ് തോന്നിയായിരുന്നു? അതുണ്ട്. ഇപ്പൊ നമ്മ അപ്പം കണ്ടിട്ട് ഈ പറഞ്ഞോണം അപ്പൻ്റെ ഒരു സ്ഥാനത്തിൽ നിൽക്കുന്നത്, അപ്പൊ ഇയാൾ എന്ത് കാണിക്കാൻ പോകുന്നു നമ്മളെ ചെന്ന് കാണുന്നത് ഇതൊന്നല്ല, കളറേ അല്ല പരിപാടി. അത് തന്നെ വേറൊരു വേറെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഇതില് സണ്ണി വെയിൻ അല്ലെങ്കിൽ വിനയ് ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. സോ അവര് നിങ്ങൾ ഇൻഡിവിജ്വലി പെർഫോം ചെയ്യുന്ന സമയത്ത് അവർ ആസ് എൻ ആക്ടർ നിങ്ങൾ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്നൊന്ന് ഇൻഡിവിജ്വലി എനിക്ക് ഒന്ന് പറഞ്ഞുതരും. ഓക്കെ, ഇപ്പൊ ലുക്മാനിൽ സ്റ്റാർട്ട് ചെയ്യട്ടെ ഞാൻ. എനിക്ക് സുലൈഖ മനസ്സിൽ ഞാൻ ലുക്മാനോട് പറഞ്ഞിട്ടുണ്ടോ അത് അതിലൊരു പാട്ടുണ്ട്, എത്ര നാള് ആ സമയത്ത് ഞാൻ സെറ്റിലുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഈ പുള്ളിയുടെ ഡാൻസ് കണ്ട് ഞാൻ ആ ഗ്രേസ് കണ്ടിട്ട് അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് മനസ്സിൽ, ദൈവം എനിക്ക് പുള്ളിയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് എൻ്റെ വളരെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഡ്രീം കം ട്രൂ ആയിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ. അപ്പം എനിക്ക് ക്രഷ് അടിച്ചിട്ടുള്ള ഒരു ആക്ടറും കൂടി. അപ്പൊ അന്ന് എല്ലാ പെണ്ണുങ്ങളും അവിടെ നിന്നിട്ട് ഇങ്ങനെ വായം പിടിച്ചിരിക്കുക. അപ്പോഴാണ് ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ വായ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇങ്ങനെ. അപ്പം ഈ ലുക്മാൻ ആയിട്ടുള്ള മൂവി സമയത്ത്, ഈ ഷൂട്ടിംഗ് സമയത്ത് എനിക്ക് ഭയങ്കര കുറച്ച് പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ആ സമയത്ത് എനിക്ക് ഉള്ളിൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരാളാണ് ഞാൻ, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ചില സീനുകളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ലുക്ക് വന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, നീ ഒരു കാര്യം ചെയ്ത് നീ അപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ കൂവ്, ഓർമ്മയുണ്ടോ പറഞ്ഞേ, എന്നിട്ട് നീ ആ ടെൻഷനൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വാ. എന്നിട്ട് അങ്ങനെയൊക്കെ അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ എൻ്റെ ഷൂട്ട് ചെയ്യുമ്പോൾ പുള്ളി ബിഹൈൻഡ് ദ ക്യാമറയാണ്. പക്ഷെ ആ സമയത്ത് ADs വന്നിട്ട് ഡയലോഗ് പറയുന്ന സമയം മതി, ആക്ച്വലി അത് മതി. പക്ഷേ ലുക്ക് വന്നിട്ട് അവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ, അപ്പോൾ അത്രയും ഒരു ഡെപ്ത് ആ ക്യാരക്ടറിന് കിട്ടാൻ വേണ്ടി ഒരുപാട് ലുക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എനിക്ക് വളരെയധികം ഒരു കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയൊരു ആക്ടറാണ്. അതേപോലെ സണ്ണി ചേട്ടനായാലും, സണ്ണി ചേട്ടനും വിനയ് ചേട്ടനും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഓൾറെഡി മോഹൻകുമാർ ഫാൻസിൽ ഞങ്ങൾ പെയറായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് എളുപ്പമായിരുന്നു. പക്ഷേ സണ്ണി ചേട്ടൻ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഈവൻ ഹി വാസ് അടിപൊളി. എൻ്റെ ബ്രദറിൻ്റെ റോളാണ് ചെയ്തേക്കുന്നത് സണ്ണി ചേട്ടൻ അതിൽ. സോ ഫോർ യു പേഴ്സണലി എങ്ങനെയായിരുന്നു? എന്തായാലും ഇപ്പൊ പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു. എനിക്കും ഭയങ്കര ആ ഒരു വൈബ് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിൽ കൂടുതൽ അങ്ങനെ വർക്ക് ചെയ്യാന്നുള്ള. ഈ സെയിം ടൈം ജാങ്കോ ആണെങ്കിലും അതെ, കോമ്പോ പരിപാടി ഉണ്ട്. ഞങ്ങൾ ഈ 3 പേരാണ്, ഞാനും ഇവരും അങ്ങനെയാണ് കോമ്പോ പരിപാടി മൊത്തത്തിൽ പോണേ. പിന്നെ വിനയേട്ടനും സണ്ണിച്ചേട്ടനും. അപ്പോൾ ഈ ഞങ്ങളാണ് കൂടുതൽ തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ അത് ആ ഒരു വൈബ് എന്തായാലും ഉണ്ടായിരുന്നത്. സുലൈഖ എന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ മജുക്ക് തന്നെ എന്നോട് പറഞ്ഞത് ദീപയാണ് ചെയ്യണത്, സുലൈഖയിൽ എനിക്ക് നല്ല വർക്കായി അവിടെ എന്ന് പറഞ്ഞിട്ടാണ് മജുക്ക്.
അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്. സണ്ണിച്ചനും വിനയേട്ടനൊക്കെ എനിക്ക് നേരത്തെ അറിയാം. സണ്ണിച്ചൻ്റെ കൂടെ ഞാൻ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, 2-3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. വിനയേട്ടൻ്റെ കൂടെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ അഭിനയിക്കുന്നത് കാണാൻ ഇവരെന്ന് മാത്രമല്ല നമ്മളാരും എല്ലാ ആക്ടേഴ്സും അവരെങ്ങനെയാണ് ഓരോരുത്തർ ഓരോ രീതിയാണ് ഓരോരുത്തർ. അത് നമുക്ക് കാണാൻ അതിൽ നമുക്ക് കാണാൻ തന്നെ രസമാണല്ലോ. ഒരു ഇൻസ്പിറേഷനൊക്കെയാണ് ഇങ്ങനെ അഭിനയിച്ച് കാണുമ്പോൾ. സോ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഭയങ്കര അബ്നോർമൽ ആയിട്ടുള്ള ആളുകളുള്ളൊരു ഗ്രാമത്തിനെയാണ് നമ്മൾ പറയണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു അബ്നോർമൽ സംഭവം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ ഒരു എടുത്ത് പറയത്തക്ക മെമ്മറി ഉണ്ടോ? ഷൂട്ടിന്റെ സമയത്തോ മെമ്മറീസേ ഉള്ളതാണോ? ഏറ്റവും ഞങ്ങളെപ്പോഴും ലുക്ക് അത് വൈറലും ആയിരുന്നല്ലോ. തിരിച്ചു പറഞ്ഞ ഞങ്ങളിപ്പോ ഇങ്ങനെ കോസ്റ്റ്യൂം ചേഞ്ചും മേക്കപ്പ് ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്യാം. അപ്പൊ അവിടെ ചെയ്യുമ്പോ പുള്ളി അവിടെ നിന്ന് നടന്നു വരുന്ന കാണുമല്ലോ. അപ്പൊ നടന്നു വരുന്ന ആ മീശ മുടി വെച്ച് നടന്നു വരുന്ന കാണുമ്പോഴേ ചിരി തുടങ്ങും. പുള്ളി വെറുതെ സംസാരിക്കുമ്പോഴേ നമുക്ക് ചിരി വരും. പക്ഷെ ആ ക്യാരക്ടർ ചെറിയൊരു അങ്ങനെയുള്ളൊരു ചെറിയ ഭയങ്കര ആ നാട്ടിൽ ഏറ്റവും കിളി പോയ ഒരാളാണ്. കിളി പോയ ആൾക്കാർ പക്ഷെ പുള്ളി അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ട് പെർഫോമർ ഓൾവേസ് ലൈക്ക്. നമ്മൾ കാണുമ്പോൾ സോ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് എക്സൈറ്റ് ചെയ്യിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ ഈ ഒരു സ്ക്രിപ്റ്റ് കേട്ട സമയത്ത്. മോർ ദാൻ ഒരു ഡയറക്ടർ അടിപൊളിയാണ് എന്നതിലപ്പുറത്തേക്ക് ഒരു സ്ക്രിപ്റ്റിൽ ഒരു കണ്ടന്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു എക്സൈറ്റ്മെന്റ് വരിക. അത് ഓരോരുത്തർക്ക് എങ്ങനെയായിരിക്കും? ഞാൻ ഫ്രാങ്കോന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആളൊന്നും മിണ്ടുന്നില്ല, ആളുടെ അടുത്തൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ചെന്നിട്ട് എല്ലാവരും കൂടി സെക്ഷൻ ഇരുന്നുണ്ടായിരുന്നു. പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിലാണ് ഞാൻ ഫസ്റ്റ് ഞാൻ ഈ പരിപാടി കേൾക്കുന്നത്. അപ്പൊ എനിക്ക് ഓൾറെഡി ഞാൻ മറ്റേ സാധനത്തിൽ പിടിച്ച് നിൽക്കുന്ന ഇങ്ങനത്തെ ഒരു പരിപാടി കൾട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കൾട്ട് പരിപാടി. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. വെളി വന്നപ്പോ തന്നെ അപ്പൻ്റെ ഡയറക്ടറായിട്ട് ഞാൻ ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ സാധനം ഇങ്ങനെ വന്നപ്പോ ആ സ്ക്രിപ്റ്റ് അങ്ങനെയാണ് കേൾക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് പരിപാടി ചേഞ്ച് ആയ പരിപാടി. അപ്പൻ്റെ ഒരു ക്യാരക്ടർ പറഞ്ഞു ഇങ്ങനെയാണ് പരിപാടി. അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കണല്ലോ ഇയാള് ഇങ്ങനെ പോണേന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പരിപാടി. അങ്ങനെയാണ്. ഞാനങ്ങനെ മജുക്ക ഈ പറഞ്ഞ പോലെ മജുക്ക വിളിച്ച് പറഞ്ഞപ്പോ വേറൊരു ഓപ്ഷൻ സ്ക്രിപ്റ്റ് ഒന്നും കേൾക്കട്ടെ പറ്റില്ല. മജുക്ക് കാരണം ഞങ്ങൾ കുറെ ആയിട്ട് ഞങ്ങൾ കോൾ ചെയ്യുമ്പോഴും എപ്പോഴും ഞങ്ങൾ സംസാരിക്കാറുണ്ട് നമുക്കൊരു പരിപാടി ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫ്രഞ്ച് വിപ്ലവം ചെയ്ത് കഴിഞ്ഞിട്ട് ആ സിനിമ ശരിക്കും നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല, ആൾക്കാരിലോട്ട് എത്താൻ പറ്റിയില്ല. അപ്പോൾ അന്ന് മുതലേ ഒരു ഇമോഷണലി നമുക്കൊരു സാധനം ചെയ്യണം. അപ്പോൾ വരട്ടെ അതിൻ്റെ ശേഷം അപ്പം വരുന്നു. അപ്പൊ നല്ല രീതിയിൽ മജുക്ക വീണ്ടും ഒന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു. മജുക്ക ഇനി നമ്മളിതൊന്ന് ലോ പോവില്ല, നമുക്കൊരു സാധനം പിടിക്കുക ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നോക്കാം ഏതാ മാസം തീരുമാനിക്കും. ഞങ്ങൾ എന്നിട്ട് ഡയറക്റ്റ് ചെയ്യാൻ കൺഫേം ആയതിനു ശേഷമാണ് വന്നിട്ട് സ്ക്രിപ്റ്റ് കേൾക്കുന്നത്. സ്ക്രിപ്റ്റ് കേട്ടപ്പോ മജുക്കയുടെ ഒരു ഭ്രാന്ത് ഒരു ചെറിയൊരു കിളി പുള്ളിക്ക് ഉണ്ടല്ലോ മൊത്തത്തിൽ. അപ്പൊ അത് ആ സ്ക്രിപ്റ്റിലുണ്ട് ഒരു ഭ്രാന്ത്. അപ്പൊ പിന്നെ അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആയിരിക്കും അത്. കാരണം ചിലത് അങ്ങനെയാണ് നമ്മള് സ്ക്രിപ്റ്റ് കേട്ട് എല്ലാം ഓക്കെ ആയിട്ട് ചെയ്തിട്ട് അതിന്റെ എങ്ങനെ ആവുമെന്ന് അറിയില്ല. പക്ഷെ ടീം അടിപൊളിയാവുമ്പോൾ പരിപാടി ഔട്ട്പുട്ട് നന്നാവുമല്ലോ. അതെ. സോ ദീപ സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ഇതിനെ പറ്റിയുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടുന്നത്. അപ്പം ഇത് വായിക്കുമ്പം ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് അത്രയും ആർട്ടിസ്റ്റുകളുള്ളൊരു സിനിമയിൽ പല ട്രൈറ്റ്സും പല കാരിക്കേച്ചറുള്ള ആൾക്കാർ ഇതൊക്കെ ആരാ ചെയ്യുന്നത്. ലുക്കു ആണ് ഒരു ക്യാരക്ടർ ചെയ്യുന്നത് എനിക്കറിയാം, പക്ഷെ ബാക്കിയുള്ളവർ എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓരോ ക്യാരക്ടേഴ്സ് ഇപ്പോൾ പറയുന്ന മുക്രി അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നവാസ് മുക്രി എന്നൊരു ക്യാരക്ടർ, പിന്നെ ബഷീർ, അങ്ങനെ കാലി, അങ്ങനെ ഒരുപാട് നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് പേരുകളുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരാ ചെയ്യുന്നതെന്നുള്ളൊരു സാധനം എനിക്ക് ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം മൊത്തത്തിൽ വായിച്ചപ്പം എനിക്ക് ഓക്കെ ഇത് ഞാൻ ചെയ്യാൻ പോവാണ് എന്നുള്ളൊരു പരിപാടി ഇല്ലേ. അതെ, ഭയങ്കര രസം അത് വായിക്കാനും. അപ്പം എനിക്ക് ഭയങ്കര എന്താ പറയാ വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ഫിലിം തന്നെയായിരിക്കും പെരുമാണി എന്ന്. ഓക്കെ. സോ ഇപ്പൊ നമ്മളിപ്പോ മലയാള സിനിമയിൽ കുറേ സക്സസുകൾ കണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഫാന്റസി വേൾഡ് വരുമ്പോൾ അത് പ്രേക്ഷകർ അതിൽ നിന്ന് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യണം എന്നൊന്ന് പറയാം. ബിക്കോസ് മഞ്ഞുമൽ ബോയ്സ് അതൊരു ട്രൂ ഇവന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ആവേശം, എടവോനെ, ആ സീനുകൾ, അങ്ങനെ എല്ലാത്തിനും ഒരു ഹുക്ക് പോയിന്റ് എവിടേക്കോ നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു. സോ പെരുമാനി അതിന്റെ കൂടെ ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി റിലീസാണ്. അവിടെ എത്തുമ്പോൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യണം നമ്മൾ? നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന നമ്മളിതിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ
ഈ സിനിമയുടെ ആളുകൾ ഇത്രത്തോളം സ്വീകരിക്കുന്നത് ഭയങ്കര സന്തോഷം തരുന്ന, ഭയങ്കര പോസിറ്റീവായിട്ട് ഭയങ്കര ഹോപ്പാണ്, നല്ല പ്രതീക്ഷയുള്ള ആ സമയത്ത് നമുക്ക് നമ്മുടെ സിനിമ ഇറക്കാൻ പറ്റുന്ന ഇറങ്ങുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമാണ്. പിന്നെ ആളുകൾ ഇതിൽ ഏത് പോയിന്റ് എവിടെ പിടിക്കും എന്തിലായിരിക്കും ഇതിന്റെ ഇത് നമുക്കിപ്പോ സത്യസന്ധമായിട്ട് പറയാൻ പറ്റില്ല. ഇതിൽ ഞങ്ങൾ സത്യസന്ധമായി ഭയങ്കര ആത്മാർത്ഥതയോടുകൂടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റും. അത് ആളുകളെ എങ്ങനെ സ്വീകരിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ് തീരുമാനിക്കുന്നത്. പ്രേക്ഷകർ ഒറ്റ കാര്യം ഇതൊന്ന് തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. ഉണ്ടാക്കിയ തിയേറ്ററിന്റെ ഒരു പരിപാടിയാണ്. അപ്പൊ അത് ആളുകളെ ചിരിപ്പിക്കും, തീർച്ചയായിട്ടും ചിരിപ്പിക്കും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ അത് അത്രയും ഇൻസിഡൻസ് ഉണ്ട് അതിൽ. അപ്പൊ അത് എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ടു വെക്കുന്ന അഭിപ്രായം. ആസ് എൻ ആക്ടർ ഇൻഡിവിജ്വലി നമുക്കൊക്കെ ഒരു ആക്ടിങ് പ്രോസസ്സ് ഉണ്ടാവുമല്ലോ നിങ്ങൾ സ്ക്രീനിലേക്ക് വരുന്നതിന്റെ മുന്നേ. അങ്ങനെ ഒരു ആക്ടിങ് പ്രോസസ്സ് എന്താ നിങ്ങളുടെ ഓരോരുത്തരുടെയും? ആക്ടിങ് പ്രോസസ് എന്നൊക്കെ പറയുമ്പോൾ ടെഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നത്. ഏതായാലും ഒരു ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇപ്പൊ ഈ വണ്ണം കൂട്ടി എന്ന് പറഞ്ഞു, അതിലപ്പുറത്തേക്ക് നമ്മൾ ഇന്റേണലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്തായാലും ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പൊ അത് വെച്ചാൽ ഞാൻ ഒരിക്കലും മേക്കപ്പ് ഇടാതെ പുറത്തേക്ക് ഇറങ്ങാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മെന്റലി ഞാൻ ആദ്യമായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഓക്കെ, മേക്കപ്പ് ഒന്നും ഇടാത്ത ക്യാരക്ടറാണ്, റോ ക്യാരക്ടറാണ്, അപ്പം എങ്ങനെയായിരിക്കും ഒരാൾ മേക്കപ്പ് ഇല്ലാണ്ട്, ഇവള് മേക്കപ്പ് ഇല്ലാണ്ടൊക്കെ ആ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങിയപ്പോ നിന്നെ ആദ്യമായിട്ടാണ് നീ എന്താ പറയാ മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് ഇത്രയും റോ ലുക്കിൽ കാണുന്നത് എന്ന് പറയും. അപ്പൊ അത് ആക്ച്വലി എനിക്കൊരു സന്തോഷം തോന്നിയ കാര്യമാണ്. കാരണം ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് മജുക്ക പറഞ്ഞ ഒരു വ്യക്തിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു ജേർണി ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഒരു 3 മാസം മുന്നേ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ത്രെഡിങ്ങും വാക്സിനും ചെയ്യാണ്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് നമ്മളല്ലാതെ വേറൊരാളാവുമ്പോൾ ഉള്ളൊരു സാധനം അത് ഹിറ്റ് ചെയ്തു. എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ പിടിക്കുന്നതും. അപ്പം അതാ ഞാൻ പറഞ്ഞത്, വളരെ ഡിഫറൻസ് ഉണ്ട് മുന്നേ ചെയ്തിരുന്നത്. അതെ, വളരെ വ്യത്യാസമുള്ളൊരു സാധനമാണ്. അപ്പം എനിക്ക് എന്താ പറയാ, എനിക്ക് വർക്കാണ് ഈ പരിപാടി. എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ പിടിക്കാനാണ് ഇഷ്ടം. നല്ലൊരു ക്യാരക്ടേഴ്സ് ഇങ്ങനെ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ കോംപ്ലിമെന്റ്സ് കിട്ടി തുടങ്ങി നമുക്ക്. എന്തൊക്കെ നമ്മൾ ഓൾറെഡി വിളിച്ചു പറഞ്ഞ അതെ. സോ ചേട്ടനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ലൈക്ക് 2013 ജേർണി സ്റ്റാർട്ട് ചെയ്തത്. സോ ഓരോ ക്യാരക്ടറിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അല്ല, ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമല്ല. ഞാൻ ശരിക്കും തുടങ്ങി തന്നെ ഉള്ളൂ. കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ, അല്ലാതെ എല്ലാം ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇപ്പോഴും അങ്ങനെ എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് അതിലോട്ടാണ്. ഇതെങ്ങനെ എനിക്ക് തോന്നുന്നു ടൈം എടുത്ത് നമ്മൾ ഡയറക്ടറോട് സംസാരിക്കുന്നു, സ്ക്രിപ്റ്റ് വായിക്കുന്നു, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, നമ്മളറിയാതെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അറിയാതെ സംഭവിച്ച് ആ സമയം കിട്ടിയാൽ അറിയാതെ സംഭവിച്ചു വരുന്നതാണ് ആ ക്യാരക്ടർ ഉണ്ടല്ലോ. അത് അവിടെ ഇരുന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ പോസ്റ്റ് ഇനി കുറച്ച് നേരം ക്യാരക്ടറിന് എന്നുള്ള മൂഡ് അങ്ങനെ അല്ല. അത് നമ്മളെ ഇഷ്ടമാണല്ലോ, നമ്മുടെ ഇഷ്ടമുള്ള ജോലിയാണ്. അപ്പോൾ അതിങ്ങനെ മനസ്സിലിങ്ങനെ ഉണ്ടായി വരുന്നത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ ഇതുവരെയുള്ള അറിവ്. സോ ഫ്രാങ്കോ, എനിക്കിങ്ങനെ ക്യാരക്ടർ ഈ പറഞ്ഞോണം ഇത് പിടിക്കുന്ന പരിപാടി അതിലേക്ക് ഇന്നാവുന്ന പരിപാടി അങ്ങനെ അറിയില്ല, പ്രോസസ്സിങ് അങ്ങനെ അറിയില്ല. എനിക്ക് ഞാൻ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് മുടി വളർത്തിക്കോ വെട്ടരുതൊന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ചെന്നപ്പോ അവർ ട്രിം ചെയ്ത് കളഞ്ഞു ഫുള്ള്. എന്നിട്ട് പിന്നെ വേറെന്തെങ്കിലും പരിപാടി ചെയ്യാനായിക്കുന്നൊക്കെ വിചാരിച്ചു പോണം. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഇതൊന്നല്ല, മൊത്തം കളഞ്ഞു. അപ്പൊ വേറൊരു കോല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ആയാലും കോസ്റ്റ്യൂമാണ്. ഈ കോസ്റ്റ്യൂം ഇട്ട് കഴിയുമ്പോൾ തന്നെ പിന്നെ പോകുന്നതൊക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ മാറും, നമ്മൾ നടക്കുന്ന രീതി മാറും, പരിപാടി അങ്ങനത്തെ ഡ്രസ്സിങ് ആണ് വരും. നമുക്ക് ടീച്ചറിലൊക്കെ കണ്ടറിയാം. ഈ സാധനമൊക്കെ തന്നെ താൻ കയറുമ്പോൾ തന്നെ നമുക്കൊരു മാറ്റം സംഭവിച്ച് ഉണ്ടാവും. പിന്നെ ഞാൻ ലുക്കിന്റെ അടുത്തൊക്കെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ, ഇങ്ങനത്തെ ഒരു ഷോട്ടിന് മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഓൾറെഡി അറിയാം ലുക്ക് വന്നത് എങ്ങനെയാ, അല്ലെങ്കിൽ ഞങ്ങൾ ഓൾറെഡി മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ സാധനം ഉണ്ട്. അപ്പൊ ലുക്കിന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ ചോദിക്കുക പറഞ്ഞോണം ഇങ്ങനെയാണ് പരിപാടി, അല്ലെങ്കിൽ ഞങ്ങൾ ദീപ് ഞാനുമായിട്ട് സംസാരിക്കാറുണ്ട്. ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട് അല്ല ഇത് പറഞ്ഞ എക്സ്പീരിയൻസ് ആണ് പരിപാടി മാറണമെന്നാണ് എൻ്റെ അടുത്ത്. അപ്പൊ എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇതിനു മുമ്പ് ഒരു പടം ചെയ്തത് അതിലുണ്ടായ കുറെ പരിപാടികൾ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തതാണ്. എനിക്ക് നല്ലപോലെ അറിയാം. അപ്പൊ അതിന്റെ മാറ്റം ഉണ്ട്, അറിഞ്ഞുണ്ട്. അപ്പൊ ഇതിനും അങ്ങനത്തെ നല്ല പരിപാടി പിടിക്കാന്നുള്ള പരിപാടി.
ഓക്കെ, സോ കുറച്ചൊന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മൾ പൊതുവേ നെപ്പോട്ടിസത്തിനെ പറ്റി എപ്പോഴും ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല ആസ് ഫാർ ആസ് ഐ നോ. സോ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുള്ളത് ആദ്യത്തെ ഒരു മൂവി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും മേ ബി ഈ കോൺടാക്ട്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യുക. ആ ജേർണി കണ്ടിന്യൂ ചെയ്യാൻ ചിലപ്പോൾ അത് നമ്മളുടെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ പേഴ്സണലി അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ബിക്കോസ് നിങ്ങളുടെ ജേർണി ഗ്യാപ്സ് ഉണ്ട് സിനിമകൾക്കിടയിൽ, അതിലുള്ള നമുക്ക് ക്രൈസിസുകളുണ്ട്, ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ആളുകളാണ് നിങ്ങൾ 3 പേരും. സോ അതിനെ പറ്റി ഒന്ന് ഓരോരുത്തരായിട്ടൊന്ന് പറയാമോ? എല്ലാവർക്കും ഉണ്ടാവും അത്. ഇപ്പം അങ്ങനെ ഫാമിലി അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ ആണെങ്കിലും ഇവിടെ നിലനിന്ന് പോവാന്നുള്ളത് അത്ര എളുപ്പമല്ല. ഇതിനോട്ടുള്ള യാത്ര പല ക്രൈസിസും ഇതുപോലെ എല്ലാം നമ്മൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളതാണ് പരിപാടി. അല്ലാണ്ട് മറ്റേ ഇപ്പൊ ചില ഈ പറഞ്ഞ പോലെ നമുക്ക് ഫസ്റ്റ് സിനിമക്ക് ഈ കണക്ഷൻ വഴിയും അല്ലെങ്കിൽ 2 സിനിമ കണക്ഷൻ വഴിയൊക്കെ കിട്ടും. സിനിമ നടക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ്. ഇപ്പൊ ചിലർ ഒരു സൗഹൃദം ഉണ്ടെങ്കിൽ സൗഹൃദം ഒരു ഫാക്ടറാണ് സത്യമാണ്, പക്ഷെ ആ ഫാക്ടർ ഉള്ളതുകൊണ്ട് മാത്രം സിനിമ നടക്കില്ല. അപ്പോൾ എൻ്റെ സുഹൃത്താണെന്ന് വെച്ചിട്ട് അയാളെ ഞാൻ എൻ്റെ പടത്തിൽ മെയിൻ ക്യാരക്ടർ കൊടുക്കുന്നതൊന്നും. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് അയാൾക്ക് അതിനുള്ള പാഷൻ, അയാൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ, മറ്റയാൾക്ക് അവനെ അതിൽ വെക്കണം തോന്നുന്നുണ്ടോ, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. സിനിമ നടക്കും, പ്രൊഡ്യൂസർ വരണം, എല്ലാം ഉണ്ട്. സിനിമ അതൊരു ലെക്കും എല്ലാം കൂടി വരുമ്പോഴാണ് ഒരു സിനിമ സംഭവിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, കോൺടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ കണക്ഷൻസ്, ബന്ധങ്ങൾ, സിനിമയോടുള്ള ഇഷ്ടം, നമ്മൾ പാഷൻ, നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യണം, നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മളിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം, എല്ലാം വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്വന്തം അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാമെന്ന് സ്വയം ശ്രമിക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞത് ഓരോ ഫാക്ടേഴ്സ് മാത്രമാണ്. ഇപ്പോൾ നമുക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതൊക്കെ ഒരു ഫാക്ടർ മാത്രമാണ്. അതുകൊണ്ട് മാത്രം നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അതെ. സോ ഹൗ ഇസ് സോഷ്യൽ മീഡിയ കോൺട്രിബ്യൂട്ടിംഗ് ടു യുവർ ജേർണി? വളരെ നല്ല എക്സ്പീരിയൻസ് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് എനിക്ക് സോഷ്യൽ മീഡിയയിലോട്ട് കിട്ടിയതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞാൻ സോഷ്യൽ മീഡിയ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫിലിം അപ്ഡേറ്റ്സും പിന്നെ കൊളാബ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. അപ്പം ഇപ്പം ഞാൻ എന്താ പറയുക, ഒരുപാട് ക്രിറ്റിസിസംസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, നല്ല അത്യാവശ്യത്തിലധികം. പക്ഷേ ഐ തിങ്ക് ദാറ്റ് ലൈഫിൽ പോസിറ്റീവ് മാത്രം എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് തോന്നിയിട്ട്. കാരണം അങ്ങനെ തന്നെയാണ് ഇപ്പം എൻ്റെ തോട്ട്സും. കാരണം ഒരിടയ്ക്ക് ഞാൻ ഭയങ്കര വീക്കായിട്ടുണ്ടായിരുന്നു, കാരണം അത്രയും സൈബർ അറ്റാക്കിങ്ങും ബുള്ളിങ്ങും ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാനതിൻ്റെ നല്ല വശം മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവാണ്. അപ്പം സോ അതിൻ്റെ കൂടെ തന്നെ നല്ല സമാധാനമുണ്ട്. ബാക്കി കാര്യങ്ങളെ പറ്റി അധികം തിങ്ക് ചെയ്യണ്ടല്ലോ. അതന്നെ ഈ സോഷ്യൽ മീഡിയ നമുക്കറിയാലോ. അപ്പം അതില്ലാതെ നമുക്ക് ലൈവ് പ്രൊമോഷൻസ് ആണെങ്കിലും നമ്മുടെ സിനിമ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം, നമ്മുടെ ജോലി ഇതായതുകൊണ്ട് തന്നെ ഇത്തരം പോസിറ്റീവ് നെഗറ്റീവ്സും ഉണ്ടാവും. ഇതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കും, നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം ഉണ്ടാവും. കാരണം നമ്മുടെ ജോലി അതാണ്, നമ്മൾ നിൽക്കുന്ന പൊസിഷനും, നമ്മൾ ഒരു ആക്ടറാണ്, നമ്മുടെ ആളുകൾ എന്തെല്ലാം അങ്ങനെ പറയും. അപ്പോൾ അതിനൊക്കെ ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് മാത്രം നമ്മൾ കാണുക. ചില നെഗറ്റീവ്സ് കേൾക്കുമ്പോൾ തന്നെ അതിൽ നമുക്ക് എന്തെങ്കിലും നമുക്കും ബോധ്യപ്പെട്ടാൽ ഇത് മാറ്റണമെന്ന് ബോധ്യപ്പെട്ട കാര്യമാണെങ്കിൽ നമ്മൾ മാറ്റാം, അല്ലെങ്കിൽ നമ്മൾ മാറ്റില്ല. അത് ഇനിയിപ്പോൾ ആരൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും നമ്മളാണ് നമ്മൾ കൂടുതൽ. അപ്പോൾ അതിനത്രേ കാണേണ്ടേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു കമൻറ്റ്, ഞാൻ പലപ്പോഴും ഉണ്ട്, ഒരു കമൻറ്റ് കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങൾ മാറ്റാനോ അല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി നമ്മളെ മൈൻഡ് ടെൻഷനാക്കാനോ ഒരു വെറുതെ അയക്കുന്ന കമൻറ്റിനൊന്നും നമ്മൾ അങ്ങനെ ചെയ്യേണ്ട, അങ്ങനെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രാക്ടീസ് ചെയ്യണമെന്നാണ് തോന്നുന്നത് നമ്മൾ മെൻ്റലി. അത് അത്ര കണ്ടാൽ മതി അതിനെ. അപ്പോൾ വളരെ സിമ്പിളാണ് സോഷ്യൽ മീഡിയ ആക്ട് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. സോ സിൻസ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വന്നതുകൊണ്ട് നമുക്കൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു 1-2 മെൻറ്റേഴ്സ് നമ്മളുടെ ജേർണിയിൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അത് നിങ്ങൾക്ക് ആരൊക്കെയാണ്? ഇപ്പോൾ എടുത്ത് പറയാൻ ഏതെങ്കിലും ഒരു പേരുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു ജേർണിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഷോൾഡർ ടു ഷോൾഡർ നിന്നിട്ടുള്ള മെൻറ്റേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഓക്കെ, ഫ്രാങ്കോ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഫ്രാങ്കോ മനസ്സുറക്കും. ഇങ്ങനെയുള്ള നമുക്കിങ്ങനെ ആരെങ്കിലൊക്കെ ആയിട്ട് വരും പരിപാടികള്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ അവിടെ നിന്നും കിട്ടും കുറെ. ഇപ്പൊ ഈ പടത്തിന് തന്നെ കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇവിടെ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ആ ലുക്കിന്റെ ഒപ്പം ഉള്ള മെന്റർ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയല്ല, നമുക്ക് വർക്കാവും, ഒരു പരിപാടി വർക്കാവുന്നുണ്ട് ഓൾറെഡി. നമുക്ക് മുന്നേ ഉള്ള ഒരു സാധനം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ ലുക്കിന്റെ ഒപ്പം ത്രൂ ഔട്ട് പരിപാടിയാണെന്ന് പറയുന്നത്.
അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഡൺ ആണ് പരിപാടി. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് അങ്ങനെ തന്നെ. എനിക്ക് അവനോട് എന്തും ചോദിക്കാൻ എന്തും പറയാം, അവന് എന്നോട് ഒരു സാധനമുണ്ട്. കാരണം ഒരു ഫ്രണ്ട്ഷിപ്പാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ നേരത്തെ അറിയാൻ പാടില്ല ചോദിക്കാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം മെന്റർ എന്ന പരിപാടി എന്നല്ല, അതൊക്കെ ഇതൊക്കെ തരാം. ഇതൊക്കെ എല്ലാവരും നമ്മുടെ ഓരോ സ്റ്റേജിൽ ലൈഫിന്റെ ഓരോ സ്റ്റേജിൽ ഇങ്ങനെ ഓരോരുത്തന്നെ വന്ന് പോയിക്കൊണ്ടിരിക്കും തോന്നുന്നുണ്ട്. ഒരു വ്യക്തി എന്നുള്ള ഒരു രീതി പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളിങ്ങനെ യാത്രയിലാണ് കുറെ പേര് ഹെൽപ്പ് ചെയ്തിട്ട് തന്നെ നമ്മൾ വരുന്നത് പലതരത്തിലും. ഇവരൊക്കെ നമുക്ക് ചെറിയ സൂഫീസല്ലേ, നമ്മളിങ്ങനെ ഒരു യാത്രയിലാണല്ലോ, മരണം വരെയല്ലോ, മരണത്തിന് ശേഷം യാത്ര. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ പല ആളുകളും വരും പോവും, വീണ്ടും വരും. ചിലപ്പോൾ ചിലവര് കുറെ സമയം നിൽക്കും, കുറെ കാലം നിൽക്കും, അല്ലെങ്കിൽ അവർ ഓർമ്മകൾ കുറെ നിൽക്കും. ചിലപ്പോൾ അവർ ഫിസിക്കലി ഉണ്ടാവണമെന്നില്ല, അല്ലാത്ത രീതിയിൽ നമ്മുടെ മെന്റലി നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ പല ആളുകളും പല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും നമ്മുടെ മൈൻഡിനെ, നമ്മുടെ മുന്നോട്ട് യാത്ര. സോ ഇപ്പൊ ഞാൻ അടുത്ത് നസ്ലിന്റെ കൂടെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു, ജിം എന്നുള്ളത്. അതാണോ പുതിയ പ്രൊജക്ട്? പിന്നെ നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന പ്രൊജക്ട്സ് ഏതൊക്കെയാന്നുള്ളത്? അല്ല, ഇപ്പൊ ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് റഹ്മാൻ ഖാലിദിന്റെ പടമാണ്. നസ്ലിന്റെ, ഞാനുണ്ട്, ഡ്രാങ്കോ ഉണ്ട്, വീണ്ടും അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, സെല്ലിംഗ് പോയിന്റ്. ലുക്മാനും കുറെ പേരുണ്ട് അതില്, കുറെ ആക്ടേഴ്സ്. ഒരു ടീം റഹ്മാന്റെ പടം എന്നുള്ളതാണ് അതിന്റെ ഹൈലൈറ്റ്. റഹ്മാൻ ഖാലിദിന്റെ തല്ലുമാലയ്ക്ക് ശേഷം ചെയ്യുന്ന പടം ഇത് തുടങ്ങാറായി. അതിന്റെ പ്രാക്ടീസിലും ബോക്സിംഗ് പ്രാക്ടീസും പരിപാടിയൊക്കെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തമ്മിലാണോ നടത്തുന്നത്? അല്ലല്ല, ഞങ്ങള് ഒരുമിച്ച് തന്നെ. ഞങ്ങളുടെ സ്പാർട്ടൻസിൽ ജോഫി എന്ന് പറഞ്ഞ കോച്ചാണ് ബോക്സിംഗ് പ്രാക്ടീസ് വരുന്നത്. ഞങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് അലി ഷിഫാസ് എന്ന് പറഞ്ഞിട്ട് പാക്കുവയിലാണ് പലരും, അവിടെ ചക്രപ്പുറം അവിടെയാണ് നടക്കുന്നത്. സോ ആ ഒരു സിനിമയുടെ പശ്ചാത്തലം ഒന്ന് പറയോ, എങ്ങനെയാണ്? ബോക്സിംഗ് ആണ് ബേസിക്, ഒരു അമേച്ചർ ബോക്സിംഗ് ആണ് പരിപാടി. അത്ര സത്യമായിട്ട് നമുക്ക് പറയുള്ളൂ, അത്ര അറിയോ. ബാക്കി എങ്ങനെയാ അവന്റെ ഒരു സ്റ്റൈൽ ഓഫ് പരിപാടിയാണ്. ദീപയുടെ പ്രൊജക്ട്സ്? ഞാനിപ്പോ പെരുമാണിക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അത് കഴിഞ്ഞിട്ട് ബാക്കി. ഓക്കെ. സോ തല്ലുമാല 2 ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വരുന്നുണ്ടോ? എന്താന്ന് വെച്ചാൽ എവിടെ ചെന്നാലും ഇപ്പോ ഈ ചോദ്യം ഉണ്ട്. ആക്ച്വലി ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നുണ്ട്, അന്നത് ഉണ്ടെന്നായിരുന്നു പ്ലാൻ. പക്ഷെ ഇന്ന് ഇപ്പൊ അതൊരു ഒരു തീരുമാനം പറയാൻ പറ്റിയ സ്റ്റേജിലല്ല. അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ കുറെ ഫാക്ടേഴ്സ് ഒന്നിച്ച് വരണം, അതൊന്നിച്ച് എത്തിയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളം സിനിമയുടെ ഈ ബാക്ക് ടു ബാക്ക് സക്സസിൻ്റെ കൂടെ നമുക്ക് കുറേ ഔട്ട്സൈഡ് നമ്മളുടെ അന്യഭാഷക്കാർ അതിനെ അനലൈസ് ചെയ്യുന്നുണ്ട് പല രീതിയിൽ നമ്മൾ എടുക്കുന്നതിനെ. അങ്ങനെ നിങ്ങൾ പേഴ്സണലി ഇപ്പോൾ ഒരു തമിഴ് മൂവി അല്ലെങ്കിൽ ഒരു കന്നഡ മൂവിയൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ പേഴ്സണലി അനലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ഡിഫറെൻറ്റ് ഫ്രം മലയാളം? അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില സിനിമകൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും, നമുക്ക് അതുപോലത്തെ സിനിമ ഒക്കെ ഇവിടെ വന്നിരുന്നെങ്കിലും തോന്നും, ചിലതൊക്കെ കാണുന്നു. അല്ല, ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ഈ സമയം നമ്മൾ നല്ല സിനിമകൾ ചെയ്യുമ്പോൾ, നല്ല സിനിമകൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കും. അത് ഇവിടെയുള്ള മൊത്തം എല്ലായിടത്തും സംസാരിക്കും, വേൾഡിൽ മൊത്തം. അത് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് സംഭവിക്കും. നല്ല സിനിമകൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം നമ്മുടെ ഭാഗ്യത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഏറ്റവും നല്ല ടൈമാണ്. നല്ല സിനിമകൾ ഉണ്ടാകുന്നു, നല്ല അപ്രിസിയേഷൻസ് കിട്ടുന്നു, ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, പുറത്തെ ഇൻഡസ്ട്രിയിൽ സംസാരിക്കുന്നു എന്നുള്ളതാണ്. നാളെ പെരുമാനിക്കും അങ്ങനെ ഒരു സമയം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പറ്റുന്നത്. സോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മളെ ബെസ്റ്റ് ടൈമാണ്. ആ ഒരു ബെസ്റ്റ് ടൈമിൽ ഒരു ആഡ് ഓൺ ആയിട്ട് പെരുമാനിയും കൂടെ വരട്ടെ. പിന്നെ ആ ഫാന്റസി വേൾഡ് മലയാളികൾ നിങ്ങൾ എൻജോയ് ചെയ്ത പോലെ തന്നെ എൻജോയ് ചെയ്യട്ടെ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ മൂവി. എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ. താങ്ക് യു.